ഇത് ശിവദാസൻ അല്ലേ പേര് പറഞ്ഞല്ലേ? ആ, എവിടെയാ സ്ഥലം പറഞ്ഞത്? ചിക്കോന്ന്. ചീക്കോന്ന് എന്ന് പറഞ്ഞാൽ വടകര താലൂക്ക്, കോഴിക്കോട് ജില്ലയിൽ വടകര താലൂക്ക്, പിന്നെ നെൽപ്പറ്റ ഗ്രാമപഞ്ചായത്ത്, നരിമ്പറ്റ പഞ്ചായത്ത്. അപ്പോൾ നിങ്ങൾ യൂറിൻ തെറാപ്പി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചില അനുഭവങ്ങൾ പറഞ്ഞല്ലോ. അത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു? അതെങ്ങനെയാണ് മാറിയത്? അപ്പോൾ ഞാനിങ്ങനെ ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടായ സമയത്ത് നാരായണ മാഷെ ഒന്ന് കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നു. ആ സമയത്ത് നാരായണ മാഷില്ല. അങ്ങനെ നാരായണ മാഷെ ഭാര്യേൻ്റെ അടുത്ത് ഫോൺ നമ്പർ വാങ്ങി ഞാൻ വീട്ടിൽ നിന്ന് രാത്രി നാരായണ മാഷെ വിളിച്ചു. ആ സമയത്ത് ഞാൻ ഈ ഹാർട്ട് ബീറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് യൂറിൻ ഹാർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഇങ്ങനെ ഇടിപ്പ് വരും, കുറേ ഇടിപ്പ് ഒന്നായിട്ടിങ്ങനെ പാൽപിറ്റേഷൻ എന്ന് പറയും. അപ്പോൾ അതിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും, കൂടുതലായിട്ട് പിടിക്കും. അത് ഒന്നായിട്ട് കുറേ സമയം പിടിച്ച് അതങ്ങ് നിൽക്കും. പിന്നെ കുറേ ഒരു ദിവസം ചിലപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെനിക്ക് വലിയ പ്രശ്നമായി. അപ്പോൾ വൈദ്യശാസ്ത്രത്തിലേക്ക് പോകുന്ന സമയത്തുള്ള വലിയ പ്രയാസങ്ങളുള്ളത് കൊണ്ട് പിന്നെ ശസ്ത്രക്രിയ കാര്യങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു ശങ്കയും ഉള്ളത് കൊണ്ടാണ് നാരായണ മാഷ അടുത്തേക്ക് യൂറിൻ തെറാപ്പീൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി ചെന്നത്. അങ്ങനെ നാരായണ മാഷ നിർദ്ദേശപ്രകാരം കൂളത്തിൻ്റെ ഇല, പിന്നെ അതിൻ്റെ പുറമെ എനിക്ക് തോന്നി കറിവേപ്പില, പിന്നെ അതുപോലെ മുത്തളിൻ്റെ ഇല. അപ്പോൾ ഇങ്ങനെയുള്ള ഇലകൾ ഞാൻ കഴിച്ച് യൂറിനും കഴിച്ച് രാവിലെ 5 മണിക്ക് ശേഷമുള്ള യൂറിനും കഴിച്ച് 5 മണിക്ക് ശേഷം 1-2 പ്രാവശ്യം മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ബാക്കി ഒരു ദിവസത്തെ പിന്നെ കഴിക്കാറില്ല. അപ്പോൾ ഇത്രയും ചെയ്തതുകൊണ്ട് തന്നെ ഒരു ദിവസം 2 തവണയായിട്ട് കഴിക്കും. ഏതാണ്ട് ഒരു ഗ്ലാസ് ഇല്ല, ഒരു ചെറിയ ഗ്ലാസ്സിലുള്ള യൂറിൻ ഞാൻ കഴിക്കും. കഴിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ? ശരീരത്തിൽ പുരട്ടോ അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ശരീരത്തിൽ പുരട്ടുന്നത് കൊണ്ടുള്ള ഗുണമേന്മയെ പറ്റി അന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അതും കൂടി ഇനി ചെയ്ത് നോക്കാം. അപ്പോൾ അത് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് മാറിയോ? അത് ചെയ്തിട്ട് ഹാർട്ട് ബീറ്റിൽ മാറ്റം വന്നു. ആ സമയത്താണ് എൻ്റെ കണ്ണിൻ്റെ വലത് കണ്ണിൻ്റെ പിന്നെ രക്തക്കുഴലിന് കുഴപ്പം വന്നിട്ടുള്ള അസുഖം വന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ കോംട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കോഴിക്കോട് നിന്ന് എൻ്റെ ഇത് വന്നതിന് ശേഷം ടെസ്റ്റ് ചെയ്ത്. അപ്പോൾ എല്ലാ ഏതാണ്ട് ഒരു 10ഓളം ടെസ്റ്റുകൾ ചെയ്ത കൂട്ടത്തിൽ ഞാൻ എല്ലാ കാര്യത്തിലും പിന്നെ ഒന്ന് പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ, ഒന്ന് പിന്നെ ഹാർട്ട് ECGൻ്റെ കാര്യം, അങ്ങനെ എല്ലാ ടെസ്റ്റുകളിലും ഞാൻ നോർമലായിട്ടാണ് കണ്ടത്. അപ്പോൾ ഇത് ഈ പിന്നെ ഹാർട്ട് ബീറ്റിൻ്റെ പ്രശ്നം എത്ര കാലം കൊണ്ടാണ് മാറിയത്? ഹാർട്ട് ബീറ്റിൻ്റെ എത്ര കാലമൊന്നുമില്ല. ഞാൻ ആ സമയത്ത് ഒരു 6 മാസത്തോളം ഞാനിത് പൂർണ്ണമായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ശേഷം ഇപ്പോൾ ഇല്ല. അത് കഴിഞ്ഞപ്പോൾ നിർത്തി. അത് ഇപ്പോൾ അനുഭവപ്പെടാത്തതായതുകൊണ്ട് പിന്നെ നിർത്തി. ഇപ്പോൾ യൂറിൻ പറയുന്നത് നമ്മളങ്ങനെ നിർത്തേണ്ട കാര്യമില്ല, ഇത് സ്ഥിരമായിട്ട് തുടരാവുന്നതാണ്. കാരണം അതൊരു മരുന്നായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. ഭക്ഷണമായിട്ട് ആരോഗ്യപാനീയെന്നോ ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കിയാൽ മതി. നമ്മൾ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, യൂറിനകത്ത് 95% വെള്ളം തന്നെയാണ്. പക്ഷെ ആ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കിണറ്റിൽ നിന്ന് കോരുന്ന വെള്ളത്തേക്കാൾ ശുദ്ധമാണ്. കാരണം രക്തത്തിൽ നിന്നുണ്ടാകുന്ന വെള്ളമാണ്. അത് ശുദ്ധീകരിച്ച രക്തമാണ്, സാധാരണ രക്തമല്ല. നമ്മളുടെ സിരകളിലൂടെ ഓടുന്ന രക്തമല്ല, അത് പല വഴിക്ക് ശുദ്ധീകരിക്കുന്നുണ്ടല്ലോ. അതായത് ശ്വാസകോശം വഴി ഒക്കെ കരളാണ് പ്രധാനമായ ശുദ്ധീകരണം നടത്തുന്നത്. അതിനുശേഷം ശ്വാസകോശം, പ്ലീഹ, ലിംഫ് നോഡുകൾ ഇവിടെയെല്ലാം ശുദ്ധീകരിക്കപ്പെടുന്നു. അങ്ങനെയുള്ള രക്തത്തിൽ നിന്ന് ആണ് പിന്നെ അതിലുള്ള പോഷകങ്ങൾ നിറഞ്ഞ പ്ലാസ്മ എന്ന് പറയുന്ന ഭാഗമാണ് കിഡ്നിയിലേക്ക് വരികയും അത് പോഷകങ്ങളാണ്. ആ പോഷകങ്ങൾ കൂടിപ്പോയതുകൊണ്ടാണ് താൽക്കാലികമായിട്ട് കിഡ്നിയിലേക്ക് അരിച്ചു മാറ്റി വെക്കുന്നത്. പിന്നീട് അതെല്ലാം തിരിച്ച് ബ്ലഡിലേക്ക് തന്നെ തിരിച്ചെടുക്കുന്നുണ്ട് ശരീരം. അതിലൊരു ചെറിയ ഭാഗം മാത്രമാണ് മൂത്രസഞ്ചിയിലേക്ക് വരുന്നത്. അത് ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്ത് ഒരാളുടെ മൂത്രസഞ്ചിയിലാണ് വരുന്നത്. അത് കുഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിന് കുടിക്കാൻ വേണ്ടി തന്നെ ഉണ്ടായതാണത്. അതുപോലെ അതിലാണ് മുങ്ങിക്കിടക്കുന്നത്. മൂക്കിലൂടെ ശ്വാസകോശത്തിനകത്തേക്ക് കയറി പോകുന്നുണ്ട്, ശ്വാസകോശം നിറയുന്നുണ്ട്, അതിൻ്റെ വായു അറകളിൽ നിറയുന്നുണ്ട്, കണ്ണിനകത്തും ചെവിക്കകത്തും എല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗർഭസ്ഥ ശിശു ആരോഗ്യത്തോടെ നിലനിൽക്കുകയും വളരുകയും ഒക്കെ ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുന്നത് മാത്രമേ കാണുന്നുള്ളൂ. അത് ജനിച്ചതിന് ശേഷം മാത്രമേ പോകുന്നുള്ളൂ, മുലപ്പാൽ കിട്ടാൻ തുടങ്ങിയതിന് ശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ വെറൊരു മരുന്നായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല. അതൊരു ആരോഗ്യപാനീയമാണെന്നുള്ള രീതിയിൽ ജീവിതാവസാനം വരെ നമുക്ക് തുടരാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളുടെ ഒരു ബന്ധുവാണല്ലോ ഒരു ഷാജിക്ക് പേര് പറയുന്നതിൽ പ്രശ്നമില്ല, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറൊക്കെയാണല്ലോ. ഷാജിയുടെ കാര്യം നിങ്ങൾക്കറിയാലോ. പിന്നെ പുള്ളിക്ക് കുട്ടി ഉണ്ടായിരുന്നില്ലല്ലോ കുറേ കാലം. പിന്നെ ഉണ്ടായിരുന്നു, വന്ധ്യത ഉണ്ടായിരുന്നു. നിങ്ങളെ ബന്ധുവാണല്ലേ? ബന്ധുവാണ്. ഷാജി കുട്ടി ഉണ്ടായിട്ടുണ്ട്. അതെ. പിന്നെ ഷാജി എന്നോട് പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ, പിന്നെ ഇത് നല്ലതാണ്, വായിലുണ്ടാകുന്ന അസുഖങ്ങൾക്കെല്ലാം പിന്നെ യൂറിൻ തെറാപ്പി വായിൽ പിന്നെ കവിൾ കൊണ്ട് പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതെല്ലാം പലപ്പോഴും പറയാറുണ്ട്. ഷാജി ഒരു 5-6 കൊല്ലമായിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം കുട്ടികളുണ്ടായിരുന്നില്ല. അതിന് വേറെ ട്രീറ്റ്മെൻറ്റിനൊന്നും പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈഫിനെയും കൂട്ടിയിട്ട് വരുന്നു. അവരിത് അറിഞ്ഞു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിറ്റേ ദിവസം മുതൽ തന്നെ ചെയ്യാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ ഭാര്യ ഗർഭിണിയായി. അപ്പോൾ കുട്ടി ഇപ്പോൾ വളരെ വലിയ കുട്ടിയാണ്. അതോടിന് ശേഷമാണ് ഷാജിയുടെ കൂടെ ബന്ധുവാണ്, നിങ്ങളെ ബന്ധുവാണെന്ന് തോന്നുന്നു അല്ലേ? അവരെ പേര് പറയാൻ അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടേ പറയുന്നില്ല. അവർക്ക് ഗർഭപാത്രത്തിന് ക്യാൻസറായിരുന്നു. അത് ഉടനെ കീമോ വേണം, പിന്നെ റേഡിയേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ആ സമയത്താണ് ഷാജിയുടെ അനുഭവം അറിഞ്ഞപ്പോൾ അവർ നേരിട്ട് ബന്ധപ്പെടുകയും, അത് നിങ്ങളുടെ വൈഫിൻ്റെ അടുത്ത ബന്ധുവാണെന്ന് തോന്നുന്നു. അപ്പോൾ അവർ ഇത് ചെയ്തു. പിന്നീട് ഒരു 10 മാസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തു. വീണ്ടും ഒരു റിപ്പോർട്ട് എടുത്ത് നോക്കിയ സമയത്ത് ഡോക്ടർ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ഒരു പ്രശ്നവും കാണുന്നില്ല, പൂർണ്ണമായി മാറിയത് കാണുന്നു. ഗർഭപാത്രത്തിന് ക്യാൻസറായിരുന്ന ആളാണ്. അപ്പോൾ ഡോക്ടർ പലതവണ ചോദിച്ചു നിങ്ങളെന്താ ചെയ്തതെന്ന്. അതിന് ഞാനൊരു പച്ചമരുന്നാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ തമാശയായിട്ട് പറഞ്ഞു, നിങ്ങൾ മഞ്ഞ മരുന്നല്ലേ ഉപയോഗിച്ചത്, പിന്നെ പച്ചക്ക് ആണല്ലോ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷെ അവർക്കത് തുറന്ന് പറയാൻ മടിയുണ്ട്. എന്തായാലും അതൊക്കെ വലിയൊരു അനുഭവമാണ്. ഈ അനുഭവങ്ങൾ തുറന്ന് പറയാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നിങ്ങൾ പിന്നെ ഈ ആയുർവേദമൊക്കെ ആയിട്ട് മറ്റേ പല ചികിത്സകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരാളാണോ അല്ലേ? അതൊക്കെ മനസ്സിലാക്കിയാണ്. മരുന്നിൻ്റെ ഒരു പിന്നെ സൊസൈറ്റിയൊക്കെ മുമ്പേ ഉണ്ടായിരുന്നു. അതിന് ഏതാണ്ട് ഒരു 10-26 ലക്ഷം രൂപ കൃഷിക്കാർക്ക് നേരിട്ട് കൊടുക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് എല്ലാം നശിച്ചുപോയി. ഇനി ആദ്യം അതൊക്കെ ആരംഭിക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ നിങ്ങളുടെ അനുഭവം തുറന്ന് പറയാൻ തയ്യാറാവുക. നമ്മൾ ബുധവാര കൂട്ടായ്മ എന്ന് പറഞ്ഞ പരിപാടി എല്ലാ ബുധനാഴ്ചയും രാത്രി 8 മണിക്ക് നടക്കാറുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങളുള്ള ആളുകൾ തുറന്ന് പറയുന്നൊരു പരിപാടിയാണ്. ഇപ്പം 165 പേര് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പഴയതുപോലെ ആൾക്കാർക്ക് പറയാൻ മടിയില്ല. കാരണം നമ്മളിപ്പോൾ ആരെയും ഇതിന് നിർബന്ധിക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ, അതായത് യൂറിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കിയത് പാഠപുസ്തകങ്ങളിലൊന്നും വരാത്ത സാഹചര്യത്തിൽ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് നടത്തുന്നത്. അപ്പോൾ അത് ഇത്രയും ഔഷധ ഗുണമുള്ളൊരു സംഗതിയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നേരിട്ടത് പ്രയോഗിച്ച് പരീക്ഷിച്ചോളാം. നമ്മൾ സ്വയം പരീക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇതിനെല്ലാറ്റിനും ശാശ്വത പരിഹാരം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച ആൾക്കാർക്കൊക്കെ ഗുണം കിട്ടുന്നുണ്ട്. പല മാരക രോഗങ്ങളും മാറിയത് കാണുന്നു. നിങ്ങളും അത് പരീക്ഷിച്ച് നോക്കൂ എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ശരി, ഏതായാലും നിങ്ങളെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം.